ഇനി നമുക്ക് ഒരു പർച്ചേസ് എങ്ങനെ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യണം എന്നുള്ളത് നോക്കാം. റൈറ്റ് സൈഡിലെ ബട്ടൺസിൽ നിന്ന് പർച്ചേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. നമുക്ക് സപ്ലയർ തന്നിട്ടുള്ള ഇൻവോയ്സ് എടുത്ത് കയ്യിൽ വയ്ക്കുക. ആ ഇൻവോയ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് ആഡ് ചെയ്യുന്നത്. ഒരു പർച്ചേസ് ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ജനറേറ്റഡ് റെഫറൻസ് നമ്പറാണിത്. ഇത് സിസ്റ്റത്തിൽ ഓൾറെഡി ഉണ്ടാവും. ഇത് സോഫ്റ്റ്വെയറിൻ്റെ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ്. ദെൻ നമുക്ക് 2 ടൈപ്പ് ഓഫ് പർച്ചേസ് ആണുള്ളത്. ക്യാഷായിട്ട് നമ്മളിപ്പോൾ സാധനങ്ങൾ മേടിക്കുന്നുണ്ടാവും, പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ GST പർച്ചേസ്, മെയിൻ, DC ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡിഫോൾട്ടായിട്ട് നോർമലി നമുക്ക് GST പർച്ചേസാണ് വരിക. GST പർച്ചേസ് നമ്മൾ കൊടുക്കുന്നു. ഈ മെയിൻ പർച്ചേസ് എന്ന് ഉദ്ദേശിക്കുന്നത് GST ഇല്ലാത്ത ചില ഐറ്റംസ്, ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ലാത്തവർക്ക് അവർക്കുള്ള പർച്ചേസ് നമുക്ക് മെയിൻ എന്ന് പറയുന്ന ഓപ്ഷനിലിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ GST പർച്ചേസാണ് ചൂസ് ചെയ്യുന്നത്. ഒരു പർച്ചേസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി ആവശ്യമുള്ളത് സപ്ലയറുടെ ഇൻവോയ്സ് നമ്പർ, സപ്ലയറുടെ ഡീറ്റെയിൽസ്, ഐറ്റം ഡീറ്റെയിൽസ്, അതിൻ്റെ പ്രൈസിങ്, പിന്നെ സീരിയൽ നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം വരിക. ഇതെല്ലാം നമുക്ക് സപ്ലയറുടെ ഇൻവോയ്സിനകത്ത് ഉണ്ടാവും. നമുക്കൊരു സപ്ലയറിനെ ആദ്യം ആഡ് ചെയ്യാം. സപ്ലയറിനെ ഇവിടെ നിന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിലേക്ക്, സപ്ലയർ എന്ന് പറയുന്ന ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പണായി വരും. നമുക്ക് ABC ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഞാൻ ഓൾറെഡി ABC ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കൂടെ പുതിയത് ആഡ് ചെയ്യാം. ന്യൂ ഇന്ത്യ ട്രേഡേഴ്സ്. അവരുടെ GST നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ട്രേഡ് നെയിം, ലീഗൽ നെയിം, ഈ ഫീൽഡിൻ്റെ എല്ലാം ആവശ്യം ഈ ഇൻവോയ്സ് ഉള്ളവർക്ക് ഇത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ ഇൻവോയ്സിങ് സിസ്റ്റം ഉള്ളവർക്ക് ലീഗൽ നെയിം, ട്രേഡ് നെയിം, GST നമ്പർ ഇതെല്ലാം കമ്പൾസറി ആയിട്ട് സിസ്റ്റത്തിലുണ്ടാവണം. ദെൻ അവരുടെ അഡ്രസ്സും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് പീരീഡ്, ക്രെഡിറ്റ് ലിമിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഞാനതിവിടെ ക്ലോസ് ചെയ്യുന്നു. ദെൻ ഇവിടെ ന്യൂ ഇന്ത്യ ട്രേഡേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരുന്നു. നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇനി നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ ചൂസ് ചെയ്ത S24 അൾട്ര തന്നെ നമ്മളിവിടെ കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള സൗകര്യത്തിന് ജസ്റ്റ് ഞാൻ 24 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ S24 എവിടെയൊക്കെ ഉണ്ട് അതെല്ലാം സെർച്ചായി വരും. ഞാൻ സ്മാർട്ട് ഫോൺ സാംസങ് S24 അൾട്ര തന്നെ ചൂസ് ചെയ്യുകയാണ്. ഡിഫോൾട്ടായിട്ട് നമ്മൾ ആ പ്രോഡക്റ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യൂണിറ്റ്, ടാക്സ് ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് എൻ്റർ ചെയ്യുന്നു. എത്ര ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കൊടുക്കുകയാണ്. ഞാനൊരു 3 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുകയാണ്. ഇതിൻ്റെ റേറ്റ് നമ്മൾ നേരത്തെ സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടുള്ള റേറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. 1,25,000 അത് ഇൻക്ലൂസീവ് റേറ്റാണ്. 1,25,000 അത് നമ്മൾ 1,25,000 എന്നിവിടെ കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അതിൻ്റെ 18% ടാക്സ് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. ഈ പ്രൈസാണോ നമ്മുടെ ഇൻവോയ്സിലുള്ളതെന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവോയ്സിലുള്ള പ്രൈസ്, നോർമലി GST ഇൻവോയ്സിനകത്ത് യൂണിറ്റ് പ്രൈസ് വിത്തൗട്ട് ടാക്സ് പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് ഇവിടെ എക്സ്ക്ലൂസീവ് ടാക്സ് എന്ന് പറയുന്ന ഈ കോളത്തിലാണ് കൊടുക്കേണ്ടത്. ഇൻക്ലൂസീവിലല്ല. ഇൻക്ലൂസീവിൽ കൊടുക്കുന്നത് നമുക്ക് ടാക്സ് ഉൾപ്പെടെയുള്ള ഫിഗറാണ് നിങ്ങൾക്ക് ഇൻവോയ്സിൽ വന്നിട്ടുള്ളതെങ്കിലാണ് ഇൻക്ലൂസീവിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ അത് എക്സ്ക്ലൂസീവ് EX ടാക്സ് എന്ന് പറയുന്ന കോളത്തിലാണ് കൊടുക്കുന്നു. നമ്മളെ ഡിസ്കൗണ്ട് എന്തെങ്കിലും ബില്ലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. പെർസെൻറ്റേജിലാണെങ്കിലും എമൗണ്ടിലാണെങ്കിലും നമുക്കിവിടെ കൊടുക്കാം. ദെൻ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എൻ്റർ ചെയ്യുമ്പോൾ ഇത് താഴത്തെ ലിസ്റ്റിലേക്ക് ആഡായി കഴിയുമ്പോൾ നമ്മൾ സേവ് ചെയ്യാൻ ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു മെസ്സേജ് കാണിക്കും. എൻ്റർ ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്യണം. നമ്മൾ INV001 എന്ന് പറഞ്ഞൊരു ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്തു. അഗെയിൻ ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് IME നമ്പർ ഓർ RSN നോട്ട് ഫൗണ്ട് ഫോർ ദ പ്രോഡക്റ്റ് എന്ന് പറയും. അതായത് ഇത് നമ്മൾ സിംഗിൾ ബാച്ച് പെർ യൂണിറ്റ് എന്ന് പറയുന്ന മെത്തേഡിൽ ആഡ് ചെയ്ത പ്രോഡക്റ്റാണ്. ഇതിന് മസ്റ്റായിട്ട് 3 സീരിയൽ നമ്പർ ഇൻപുട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മളത് ആഡ് ചെയ്യാൻ പോവാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇതിനകത്തേക്ക് വന്നു. താഴെ ഒരു കൗണ്ട് മാറുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് എത്ര എണ്ണം ഇവിടെ കൊടുക്കണം എന്നുള്ളതാണ് സിസ്റ്റം കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 3 എണ്ണം കൊടുത്തു, 3 എണ്ണമായി. ഇവിടെ നമുക്ക് ഓട്ടോ അപ്ലോഡ്, ബൾക്ക് അപ്ലോഡിനുള്ള ഓപ്ഷനുണ്ട്. കോമ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് എക്സലിലോ മറ്റൊന്ന് നമുക്ക് സപ്ലയറുടെ നിന്ന് IME നമ്പേഴ്സോ സീരിയൽ നമ്പേഴ്സോ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കോമ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് ഈ ബോക്സിൽ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ കൊടുക്കുന്നു. അടുത്ത ഒരു ഐറ്റം കൂടെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ്. പൗച്ച് പ്രീമിയം ഐഫോൺ, അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാണ്. ഇതെനിക്കൊരു 20 എണ്ണം വന്നു സ്റ്റോക്ക്. അതിൻ്റെ റേറ്റ്, എക്സ്ക്ലൂഡിങ് റേറ്റ് എനിക്ക് 230 രൂപയാണ്. അതിൻ്റെ സെല്ലിംഗ് റേറ്റ് ഞാൻ 450 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. ഇത് കൊടുത്തു. ഇത് പ്രീമിയം പൗച്ച് നമ്മൾ മൾട്ടിപ്പിൾ ബാച്ചിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് സീരിയൽ നമ്പറിൻ്റെ ആവശ്യമില്ല. സിസ്റ്റം ഓട്ടോമാറ്റിക്കലി സീരിയൽ നമ്പർ ജനറേറ്റ് ചെയ്തോളും. ബില്ല് സേവ് ചെയ്യുന്നു. സേവ് യെസ് ഓർ നോ ചോദിക്കും. അതിന് മുമ്പ് നമുക്ക് റൗണ്ട് ഓഫിൻ്റെ ഒരു ഓപ്ഷനും കൂടെ നോക്കാം. ഇപ്പോൾ ഇവിടെ വന്ന ഫിഗറിനകത്തൊരു 0.99 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 0.01 വെച്ചിട്ട് നമുക്ക് ബില്ല് റൗണ്ട് ഓഫ് ചെയ്ത് ടാലി ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ സപ്ലയറുടെ ഇൻവോയ്സുമായിട്ട് ടാലി ആവും. സേവ് ചെയ്യാൻ ചോദിക്കുന്നു, യെസ് കൊടുത്തു. റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ 3 S24 അൾട്രയും 20 പൗച്ചും നമ്മുടെ സ്റ്റോക്കിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ന്യൂ കൊടുത്താൽ നമുക്ക് അടുത്ത പർച്ചേസ് നമുക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. ഡേറ്റ എല്ലാം ഫ്രഷായി അവിടെ നിൽക്കും. നമുക്ക് ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള പർച്ചേസ് ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഇൻവോയ്സ്, ഈ റെഫറൻസ് നമ്പറിൻ്റെ സൈഡിൽ നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഐറ്റംസ് എല്ലാം ഫില്ലാവും, നമുക്ക് കാണാം. എഡിറ്റിംഗ് പ്രിവിലേജ് ഉള്ള ആളാണ് നിങ്ങളുടെ യൂസർ നെയിമിന് എഡിറ്റിംഗ് പ്രിവിലേജ് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് തന്നെ നിങ്ങൾക്കിത് ഇതിൻ്റെ അത് എന്ത് മോഡിഫിക്കേഷൻ വേണമെങ്കിലും ചെയ്യാനും പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുള്ളതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ആഡ് ബട്ടൺ പ്രസ് ചെയ്താൽ ആഡ് ആയിക്കോളും. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ക്വാണ്ടിറ്റി റീപ്ലേസ് ചെയ്യണോ അതോ ഇപ്പോഴുള്ള ക്വാണ്ടിറ്റിയുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യണോ എന്നോ ചോദിക്കും. റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. വൈ കൊടുത്താൽ ഇപ്പം നമുക്ക് ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ 3 ക്വാണ്ടിറ്റിയും കൂടെ ഗ്രിഡിനകത്ത് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന 3 ക്വാണ്ടിറ്റിയുടെ കൂടെ ആഡ് ആവും. ഞാനിപ്പോൾ ഇവിടെ നോ കൊടുക്കുകയാണ്. സേവ് ചെയ്ത് അപ്ഡേറ്റ് ആവും. ഇങ്ങനെയാണ് നമുക്കൊരു പർച്ചേസ് റെക്കോർഡ് ചെയ്യുക. നമുക്കൊരു പർച്ചേസ് റിപ്പോർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള പർച്ചേസ് അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇതാണ് നമുക്കിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഐറ്റം വൈസ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. സ്മാർട്ട് ഫോണ്, പൗച്ച്, പ്രീമിയം പൗച്ച്, അതിൻ്റെ ഡീറ്റെയിൽസ്, എമൗണ്ടുകളെല്ലാം റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും. എത്ര % ടാക്സിൻ്റെ ആണെന്നുള്ളതെല്ലാം. ഇവിടെ നമുക്ക് സപ്ലയർ വൈസ് ഒരു ഫിൽറ്റർ ഉണ്ട്, കാറ്റഗറി വൈസ് ഒരു ഫിൽറ്റർ ചെയ്യാം, പ്രോഡക്റ്റ് വൈസ് ഫിൽറ്റർ ചെയ്യാം. അങ്ങനെ പല ഫിൽറ്റർ അവിടെ ഉണ്ട്. നമുക്ക് സ്റ്റോക്ക് റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റോക്ക് വാല്യൂ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതുവരെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൻ്റെ ഒരു വാല്യുവേഷൻ സിസ്റ്റം കാണിച്ചു തരും. സ്മാർട്ട് ഫോൺ സാംസങ് S24 അൾട്ര 6 എണ്ണം ക്വാണ്ടിറ്റി ഉണ്ട്. റേറ്റ് ഇപ്പോൾ നമുക്ക് ഇതിലത് കിടക്കുന്നത് ഇൻക്ലൂഡിങ് ടാക്സ് റേറ്റ് ആണ് ഈ കിടക്കുന്നത്. ദെൻ പൗച്ച്, ഗ്ലാസ്, നമ്മൾ കാറ്റഗറി എങ്ങനെ ഗ്രൂപ്പ് ചെയ്തോ അതുപോലെ ആയിരിക്കും ഇതിനകത്ത് ഡേറ്റ വരിക. ഷോർട്ട് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷോർട്ട് നെയിം ബേസ് ചെയ്തും, ഷെൽഫോ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷെൽഫും കാണിക്കും. ഇവിടെ നമുക്ക് ബ്രാൻഡ് വൈസ് സെർച്ച് ചെയ്യാം, കാറ്റഗറി വൈസ് സെർച്ച് ചെയ്യാം. ഇതിനെ നമുക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഈ ഒരു 3 ലൈൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ 3 ലൈൻ മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ട് Ctrl+C കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താലും ആ ഡേറ്റ അവിടെ വരുന്നതായിരിക്കും. ഞാനൊരു നോട്ട് പാഡ് കോപ്പി ചെയ്തു, ഒരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്തു, അവിടെ പേസ്റ്റ് ചെയ്താൽ അത്രയും ഡേറ്റ അവിടെ വരും. ദെൻ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് കാണിക്കുന്നത്.
ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ 3 ഉണ്ടായിരുന്നു. 3 കൂടെ നമ്മൾ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ ക്ലോസിങ് 6 ക്വാണ്ടിറ്റിയാണ് ഉള്ളത്. ഇത് പൗച്ച് ഐഫോൺ നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും ഇല്ലായിരുന്നു. 20 പർച്ചേസ് ചെയ്തു. സാംസങ് S24 അൾട്രയുടെ പൗച്ച് 80 ഓപ്പണിംഗ് സ്റ്റോക്കാണ് ഉണ്ടായിരുന്നത്. ഇത് ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുകയുള്ളൂ, ഇതിനകത്ത് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഓരോ ട്രാൻസാക്ഷനും നടക്കുന്നത് അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. ഇവിടെ ആവശ്യത്തിനുള്ള ഫിൽറ്റേഴ്സൊക്കെ ഉണ്ട്. ബ്രാൻഡ് വെച്ച് ഫിൽറ്റർ ചെയ്യാം, കാറ്റഗറി വെച്ച് ഫിൽറ്റർ ചെയ്യാം, ലൊക്കേഷൻ വെച്ച് ഫിൽറ്റർ ചെയ്യാം. നിൽ സ്റ്റോക്ക്, 0 സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസും ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോ ലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.